ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരുടെയും നേരെ വിമർശനമായിട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഇടയായിട്ടൊക്കെ വരുന്ന ഓരോ വീഡിയോസും ഓരോ പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ വിമർശിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ കാര്യമാണ്. വൈറലായിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ് രേണു സുധി. പുള്ളിക്കാരിയെ പറ്റിയാണ് ഞാൻ സംസാരിക്കാനായിട്ട് വന്നത്. പക്ഷേ ഞാൻ അവർക്ക് നേരെ ഇതുവരെയും അങ്ങനെ ഒരു വായി ഞാൻ തുറന്നിട്ടില്ല. എനിക്കതിനോട് താല്പര്യവും ഇല്ല. പക്ഷേ വിമർശിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നാവില്ലെങ്കിൽ പോലും നാവ് കടമെടുത്തുകൊണ്ട് വന്ന് വിമർശിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. പുള്ളിക്കാരി കാണിക്കുന്ന മുഴുവൻ അഭിനയങ്ങളാണ്. പുള്ളിക്കാരി നാടക തരംഗമാണ്. നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയാണ്. പക്ഷേ ജീവിതം തന്നെ നാടകീയ രംഗങ്ങളാക്കി തീർക്കുന്നത് എന്ത് രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരി ഒരു വീട്ടമ്മയായിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ വിയോഗം കാരണം പുള്ളിക്കാരി പിന്നെ വിധവയായി, 2 കുട്ടികളെ നോക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരിതുകൊണ്ട് പുള്ളിക്കാരി വേണ്ട പ്രവൃത്തികളൊക്കെ ചെയ്ത് എങ്ങനെയും ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ. അതിനെതിരെ വിമർശിക്കുന്ന എല്ലാവരെയും ഞാൻ പോസ്റ്ററുകളുടെയും വീഡിയോസിലൂടെയും വിമർശിക്കാതിരുന്നെങ്കിലും ഞാൻ മാനസികമായിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ സംസാരിക്കുകയുണ്ടായി, എന്തിനാണ് വെറുതെ ഒരു ലേഡിയിട്ട് ഇത്രയും പാടുപെടുത്തുന്നതെന്ന്. അവരെങ്ങനെ ജീവിച്ച് പൊക്കോട്ടെ, അതായിരുന്നു. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഈ പ്രവർത്തികൾ നമ്മളെക്കൊണ്ട് പോലും, അതാ ഞാൻ പറഞ്ഞത്, നാവില്ലാത്തവനെ നാവ് എടുപ്പിച്ചെങ്കിലും അവർ വിമർശിപ്പിക്കും. അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇപ്പോൾ ഒന്നുമില്ലാതെ ബിഗ് ബോസിലേക്ക് കൊടുത്തു. എന്തിനാണ് അവർ ബിഗ് ബോസിൽ വന്നതെന്ന് വല്ല പിടുത്തമുണ്ടോ ഈ കാണുന്നവർക്ക്? അവരെന്തിനാണ് ബിഗ് ബോസിൽ വന്നത്? തിന്നാനും കുടിക്കാനും കിടന്നുറങ്ങാനുമാണോ? എന്തെങ്കിലും ഒരു മത്സരം കൊടുത്താൽ അവർ മത്സരിക്കില്ല. അവരപ്പുറത്ത് വടി പോലെ അപ്പുറത്ത് പോയി നിൽക്കും. കാര്യം ചോദിച്ചാൽ പറയും ആരോഗ്യനില, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം അതിനെ പറ്റിയതല്ല, അവർക്ക് അടിപിടിയൊന്നും വെക്കാൻ പറ്റത്തില്ല. അടിപിടി വെക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ രീതി എന്താണ് എന്നത് അറിഞ്ഞുകൊണ്ടാണല്ലോ ബിഗ് ബോസിലേക്ക് വന്നതും. അപ്പോൾ വന്നതിന് ശേഷം ബിഗ് ബോസിന് അല്ലെങ്കിൽ തന്നെ വേണ്ട, അടിപിടി വെക്കണ്ട. അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നല്ല വാക്ചാതുര്യമുണ്ട്. അതിലൂടെയാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നത് അവരുടെ ജീവിതത്തിലും. ആൾക്കാരെ എല്ലാവരും മന്ദബുദ്ധിയാക്കിക്കൊണ്ടിരുന്നതും. എന്തിന് അവർക്കൊരു വീട് വെച്ച് കൊടുത്തവരെ, വീടില്ല, ഒന്നുമില്ല, വാടക വീട്ടിലാണ് കിടക്കുന്നത്, 2 കുട്ടികളെ നോക്കാൻ പോക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സിമ്പതി കാരണം സ്ഥലം കൊടുത്ത ഫാദറിനെ വരെ ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി. വീട് വെച്ച് കൊടുത്ത ഫിറോസിക്ക് എന്തെല്ലാം വാക്കുകൾ പറഞ്ഞു. ക്യാഷ് ഇട്ട് സഹായിച്ച ആ ജനസമൂഹത്തെ എന്തൊക്കെ വാക്കുകളുണ്ടാവും മര്യാദയായിട്ട് സംസാരിച്ചു. പിന്നെ അത് പോരാത്തതിന് അവർ തന്നെ നമുക്ക് കുറേ അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് നേരെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആരൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ ആ സഹായങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ട് അവർക്ക് നേരെ വിമർശനങ്ങളുമായിട്ട്, അവർക്ക് നേരെ എന്താ പറയുക, വേണ്ടാത്ത അപവാദങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ലേഡിയാണ് ഈ രേണു സുധി. പിന്നെ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടി, എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി അവർ വൈറലായി. അവരെ നമ്മളെപ്പോലത്തെ ജനസമൂഹം തന്നെ രേണു സുധി അത് ചെയ്യുന്നു, രേണു സുധി വണ്ടിയിൽ കയറുന്നു, രേണു സുധി നടുറോട്ടിൽ നിന്ന് കാലുകുത്തി നാടുന്നു, അത് നീതി എന്ന് പറഞ്ഞ് രേണു സുധി എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോ വൈറലാക്കി കൊടുത്തു. ഇപ്പോൾ ബിഗ് ബോസ് അണ്ണനും അവരെ ബിഗ് ബോസിലേക്ക് എടുത്തിട്ടുണ്ട്. അവർക്കുള്ള പണി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രേണുസുധിയുടെ വായിൽ നിന്ന് കിട്ടിക്കോളും. അത് വേറെ, അതെന്തായാലും നമ്മളാരും പറയണ്ട, അത് രേണുസുധി തന്നെ കരുതി വെച്ചിട്ടുണ്ട്. രേണുസുധി ബിഗ് ബോസ് എണ്ണം വിചാരിച്ചത് രേണുസുധിയെ ബിഗ് ബോസിലേക്ക് എടുത്തിട്ട് ജാസ്മിനിട്ട് പണി നാറ്റിച്ചതുപോലെ പണി കൊടുക്കാമെന്നാണ്. പക്ഷേ രേണുസുധി ബിഗ് ബോസ് എണ്ണനെക്കാളും ഭയങ്കര ബുദ്ധിശാലിയാണ്. അവിടെ മൗനമായിട്ടിരുന്ന് കളി കാണുന്നുണ്ട്. എല്ലാവരും പറയും പോലെ രേണുസുധി ബിഗ് ബോസ് നമ്മളൊക്കെ വീട്ടിൽ ഇരുന്നുകൊണ്ട് കാണാം, ഓള് ബിഗ് ബോസിനകത്തിരുന്നുകൊണ്ട് തന്നെ ബിഗ് ബോസ് കണ്ട് രസിക്കുകയാണ്. അതൊക്കെ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. സ്വന്തം മോനെ അവിടെ കൺസെഷൻ റൂമിലേക്ക് വന്നിട്ട് പറയുന്നു, എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസേ. ഇതോടെ 2-3 പ്രാവശ്യമായി, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പോകണം. നമ്മുടെ ജാൻമോണി പറഞ്ഞതുപോലെ എനിക്ക് പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞതുപോലെ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് അവിടെ ബഹളം കൂട്ടിയിട്ടും പിന്നെ കൺസെഷൻ റൂമിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും അല്ല, എൻ്റെ മോനെ റിതപ്പനെ കാണാൻ പറ്റുന്നില്ല, അവൻ്റെ അച്ഛൻ പോയതിന് ശേഷം അവർ ടി വിയിലൂടെയൊക്കെയാണ് കണ്ടത്, അതുപോലെ എൻ്റെ മോൻ ഞാൻ മരിച്ചു എന്ന് വിചാരിക്കുമോ, ഞാൻ ജീവനോടെ ഉണ്ടെന്നൊക്കെ പറയണം, അവനോടുള്ള ആ ഒരിത് മറക്കാൻ പറ്റുന്നില്ല. പൊന്നു, അങ്ങനെയുള്ള ആ ഒരമ്മ എത്രയായിരുന്നാലും, എനിക്കൊരു 3 കുട്ടികളുണ്ട്,
ഞാനും ജീവിതത്തിൽ തെറ്റുകളൊന്നും ചെയ്യാത്ത ഒരു ലേഡിയല്ല. ഞാനും അത്യാവശ്യം മനുഷ്യനായി പിറന്ന മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളൊക്കെ ചെയ്ത് തന്നെയാണ് ഈ രീതിക്ക് ഞാനും എത്തിയത്. പക്ഷേ എനിക്കൊരു 3 കുട്ടികളുണ്ട്. എൻ്റെ കുട്ടികളുടെ ബർത്ത്ഡേ ചോദിച്ചാൽ ഞാൻ ഏത് കലവറയ്ക്കുള്ളിലിരുന്നാലും ഞാൻ ബർത്ത് ഡേറ്റ് ഞാൻ ഓർത്ത് വെക്കും. ഈ മാസം ഇന്ന തീയതി കാണുന്നു. ആ ബർത്ത് ഡേറ്റ് പോലും ഓർക്കാത്ത ഒരമ്മയാണ് അവർ. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. പിന്നെ കുറച്ച് സിമ്പതി വാങ്ങിക്കാൻ വേണ്ടി കൊല്ലം സുധിയുടെ പേരും പറഞ്ഞ് പാവം ആസ്വതി ചേട്ടൻ്റെ പേരും പറഞ്ഞ് അവർ നടക്കുന്നുണ്ട്. ആ ബർത്ത് ഡേറ്റ് പോലും പറയാണ്ട് കിച്ചുവിൻ്റെ ആ വ്ളോഗിൽ ഇട്ടേക്കുന്നു കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ വിഷസും വീഡിയോസും ഒക്കെ. അതുപോലെ അവർക്ക് ഓർമ്മയില്ല. അതുപോലും ഓർമ്മയില്ലാണ്ട് അവർ കൊച്ചിൻ്റെ പേരും പറഞ്ഞ് അവിടെ കരയുവാണ്. എന്നാൽ പിന്നെ ലാലേട്ടനെ കൊണ്ട് എത്രയോ ആൾക്കാരുടെ ഇത് അവിടെ വിഷ് ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ റിലേറ്റീവ്സിൻ്റെ. അതുപോലെ സ്വന്തം മോൻ്റെ അല്ലേ, ഒരു കുഞ്ഞുകുട്ടിയുടെ അല്ലേ, ആ ബർത്ത്ഡേ അവിടെ വിഷ് ചെയ്യാനല്ലേ ഉള്ളൂ. അതുപോലും ചെയ്തിട്ടില്ല രേണുസുതി എന്ന ഈ മഹാവ്യാധി. അപ്പോൾ സ്വന്തം കുട്ടിയുടെ ബർത്ത്ഡേ പോലും ഓർമ്മയില്ലാത്ത ഒരമ്മ ബിഗ് ബോസിൽ പോയിട്ട് എൻ്റെ മോനെ മിസ് ചെയ്യുന്നു, എൻ്റെ മോൻ എന്നെ മറക്കും, അവൻ്റെ അച്ഛനെ മരിച്ചതുപോലെ വിചാരിക്കുമ്പോൾ എന്നെയും വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് ലാസ്റ്റ് ബിഗ് ബോസ് അണ്ണൻ എന്തൊക്കെയോ പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ ആത്മധൈര്യം മനസ്സിന് ധൈര്യമൊക്കെ വർദ്ധിച്ചിട്ട് പിന്നെയും ഞാനിവിടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നും പ്രവർത്തിക്കാതെ ആ ഒരു വീക്കെൻഡിൽ പിന്നെയും എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് കരഞ്ഞ് പിന്നെയും എന്തെങ്കിലുമൊക്കെ മേടിച്ച് ജനങ്ങളുടെ വോട്ട് മേടിക്കാൻ കാട്ടിക്കൂട്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു വിഷയം വന്നിട്ടുണ്ട്. ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും എന്തിനാ ബിഗ് ബോസിൽ കയറി വന്നപ്പോൾ പോലും സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എവിടെയും പാവം കൊല്ലം സുധിച്ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇവർ ഇത്രയും സിമ്പതി മേടിച്ച് കിട്ടിയതും. ഇപ്പോഴത്തെ വേറൊരു വോയിസ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. യൂട്യൂബിലും മറ്റും അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കിടപ്പുണ്ട്. ഒരു ഷെവീന ബീവി എന്ന മാഡത്തിൻ്റെ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോയിൽ അവിടെ കിടപ്പുണ്ട്. ആ വോയിസ് പോയി നോക്കിയാൽ മതി. ആ വോയിസിൽ കിടപ്പുണ്ട്. സുധിച്ചേട്ടൻ മരിച്ചതിൻ്റെ 1 മാസത്തിനകത്ത് ഇവർ വേറൊരു ആളിൽ നിന്ന്, അതും 10-25 വയസ്സുള്ള ഒരു ചെറുക്കനിൽ നിന്നും ഇവർ പ്രഗ്നൻ്റായി. അത് അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോളും മൂടി പോയതിൻ്റെ ലീലാവിലാസങ്ങൾ ആ വോയിസിൽ, അതും സ്വന്തം അടുത്ത കൂട്ടുകാരി ബിഗ് ബോസിൽ തന്നെ കഴിഞ്ഞ സീസണിൽ വന്നു പോയ ഒരു മത്സരാർത്ഥിയാണ് ഈ വോയിസ് പുറത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഷെഫീന ബീവി എന്ന ഒരു വ്യക്തി അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയും ചെയ്തു. എന്ത് തരം ഫേക്കാണ് ഇവർ നാടക കളിക്കാരിയാണ്. പക്ഷെ അത് കലയായിട്ട് മാത്രം പോരെ, ജീവിതത്തിൽ വേണോ? എത്ര വിധവകൾ ജീവിക്കുന്ന ഒരു നാടാണിവിടെ. വിധവകൾ തന്നെയെന്നില്ല, ഇന്ന് ഭർത്താക്കന്മാരുണ്ടായിട്ടും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച് തീർക്കുന്ന ഒരുപാട് അമ്മമാരുള്ള നാടാണിത്. ആ നാട്ടിൽ ഇവരുടെ മൈൻഡ് ഭയങ്കര ക്രൂവലായിട്ടുള്ള മൈൻഡാണ്, ഭയങ്കര ക്രിമിനൽ മൈൻഡാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല. ഇങ്ങനെയുള്ളതിനെയൊക്കെ ചവിട്ടി പുറത്തിടുകയാണ് വേണ്ടത്. അല്ലാണ്ട് അവരെ ഇങ്ങനെ നമ്മൾ സേഫ് ചെയ്തിട്ട് ഉണ്ട്. വിധവയായിട്ടുള്ള ഒരു ലേഡി, അവൾ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അവൾ എന്ത് കോപ്രായം കാണിച്ചാലും ജീവിക്കാനുള്ള എന്തെങ്കിലും കോപ്രായമാണ്. നമ്മൾ അഖിൽ മരാർ പറഞ്ഞതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും കോപ്രായം കാണിക്കണമെങ്കിൽ ഓക്കെ. പക്ഷേ സഹായിക്കുന്നവരെയും ജീവനായിട്ട് സ്നേഹിച്ചവരെയും വഞ്ചിച്ചു കൊണ്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ജീവിതം, അത് വെച്ച് പൊറപ്പിക്കരുത്. അത് ആണായാലും പെണ്ണായാലും വെച്ച് പൊറപ്പിക്കരുത്. പിച്ച് ചീന്തി വലിച്ചെറിയണം. എന്തിനാണ് പിന്നെ അവിടെ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്? ബിഗ് ബോസിൽ എന്തിനാണ് ഇവിടെ വീണ്ടും നിർത്തിയേക്കണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഷെയർ ചെയ്യാനോ അറിയില്ല. നിങ്ങൾക്ക് എന്ത് കമൻസ് ഉണ്ടെങ്കിലും ഇതിൽ രേഖപ്പെടുത്താം. എൻ്റേതായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. എനിക്ക് അങ്ങോട്ട് വലിയ വിഷമായി. കാരണം നമ്മൾ അത്രമാത്രം എനിക്ക് തിന്നാൻ തന്നെ ആഹാരം ഉണ്ടായിരുന്ന ബിസ്ക്കറ്റ് ഓട്സാ. അതുവരെ ഞാൻ അതിന്റെ പകുതി കൊടുത്ത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത്രയും വാല്യൂ ചെയ്ത് എന്റെ അത്രയും ആത്മാർത്ഥമായിട്ട് ഒരു കൂട്ടുകാരിയായിട്ട് കണ്ടിട്ട് ഞാൻ കണക്ക് പറയല്ല, എനിക്ക് അത്രമാത്രം ആത്മാർത്ഥം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ ആ ആത്മാർത്ഥമുള്ള ഒരു കൂട്ടുകാരി നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞ് പിന്നീന്ന് കുത്തിന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? ആ ഒരു വിഷമം സ്വാഭാവികമായിട്ട് എനിക്കുണ്ടായി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് പറഞ്ഞു, ആ കൂട്ടുകാരിനെ വിളിച്ചു പറഞ്ഞു, തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ പറഞ്ഞു, അവളായിട്ടൊന്നും കൂട്ടുകൂടണ്ട, അവള് ചിലപ്പോ കൊണ്ടുപോയി കൂട്ടി കൊടുക്കും, ഈ രീതിയിലൊക്കെ വർത്താനം പറഞ്ഞു. മോളെയാണോ? എന്നെ കുറിച്ച്. അപ്പൊ ഞാൻ മനസ്സാ വാച കർമ്മണ ആ കുട്ടീനൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടും കൂടിയില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിനക്ക് വേറൊരു ലൈഫ് നോക്കി കഴിഞ്ഞാൽ നല്ലതാണ്,
ലൈഫ് ഇങ്ങനെ കരഞ്ഞു തീരാനുള്ളതല്ല, ജീവിതം എൻജോയ് ചെയ്യണം. ഇപ്പോഴും അവള് ജീവിതം എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നല്ലേ ചെയ്യണേ, അതിനെ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു പിടിച്ചു വന്നപ്പോ പ്രശ്നം എന്താ വെച്ചാ, അവളെന്റെ പല്ലും എന്റെ കോലൊന്നും ശരിയല്ല എന്ന് അവള് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൾക്ക് 40 വയസ്സെന്നും തോന്നും, അല്ലെങ്കിൽ അവളുടെ പല്ലും ഇവളുടെ കോലൊന്നും വൃത്തിയില്ല എന്ന് ഞാൻ കളിയാക്കി പറഞ്ഞതാന്ന് അവള് തെറ്റിദ്ധരിച്ചു. പക്ഷെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് അവളെ നന്നായിട്ട് മാറ്റിയെടുത്ത് അവള് പഴയ കുട്ടി ഞാൻ കാണുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനേ. അപ്പൊ പഴയ അവസ്ഥയിലേക്ക് നീ നിന്റെ ജീവിതം മാറ്റിയെടുക്കണം എന്നാണ് ഞാൻ നല്ല രീതിക്ക് ഉപദേശിച്ചതാണ്. അതായത് എന്റെ ഉദ്ദേശം നല്ലതായിരുന്നു, അവളെ സഹായിക്കാനും ഞാൻ ശ്രമിച്ചു. പല്ലിന്റെ സ്ഥലത്ത് കൊണ്ടുപോകാൻ, അതായത് പല്ലിന്റെ സ്ഥലത്ത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാനും കൂടെ ഞാൻ ശ്രമിച്ചു എന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ അത് ചെയ്യാൻ ശ്രമിച്ചതിന് പകരമായിട്ട് ഇവള് പറഞ്ഞു, ഈ രീതിയിലൊക്കെ സംസാരിച്ചു. എന്നിട്ട് എന്താണ്, നീ അവളോട് ഒരു കാരണവശാലും കൂട്ടുകൂടരുത്, അവള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു വർത്താനം പറഞ്ഞ എനിക്ക് വല്ലാണ്ട് വിഷമായി. ഞാൻ സ്ഥലം ഇല്ലാണ്ട് കിടക്കുന്ന ആളല്ലല്ലോ. അതായത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, എറണാകുളത്ത് എന്റെ ഓഫീസ് ഉണ്ട്, എന്റെ വീട്ടുകാരൊക്കെ നല്ല നിലയിലാണ്, വീട്ടില് വലിയ ഫ്ലാറ്റ് ഉണ്ട്, എന്റെ അമ്മയും അച്ഛനും അനിയനും എല്ലാം ഒരു സ്ഥലത്തുണ്ട്. അപ്പൊ എനിക്ക് ചെല്ലാനായിട്ട് എന്താ പറയാ, എന്റെ അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എല്ലാം ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്, എന്റെ അമ്മയും അനിയനും വേറെ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. അതായത് ഞാൻ പോവാൻ സ്ഥലമില്ലാത്ത ആളല്ല. എനിക്ക് പോവാൻ അതുകൂടാണ്ട് എനിക്ക് വേണ്ടി ഞാൻ താമസിക്കാൻ, ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് ആയതുകൊണ്ട് എനിക്കും താമസിക്കാൻ സ്ഥലമുണ്ട്, എനിക്ക് ഓഫീസും ഉണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ഒരാളാണ്. എന്നത് ഹനാൻ വായോ എന്ന് പറഞ്ഞിട്ടാണ് അവിടേക്ക് ചെന്നിരുന്നത്. പക്ഷെ ഇവൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൂട്ടുകാരിയോട് പറഞ്ഞു കൊടുത്തു, ഇവള് ഇവിടെ വന്നാ പോവില്ല, എന്റെ തലയിലായനെ, വീട്ടിൽ വിളിക്കാനൊന്നും കൊള്ളത്തില്ല, അവളെ വിളിച്ചു കഴിഞ്ഞാൽ അവള് അവിടെ തന്നെ എന്തേലും കഥയും പറഞ്ഞു നിൽക്കും, ഇവള് വിട്ടു പോവത്തില്ല, ശല്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങ് സങ്കടായി, നല്ല സങ്കടായി. എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം ഞാൻ അത്രമാത്രം സ്നേഹത്തോടു കൂടി കണ്ട ഒരുത്തിയാണ്. അപ്പോ എനിക്ക് ഭയങ്കര വിഷമായി, എനിക്ക് വലിയൊരു അടി കിട്ടിയ പോലെയായി. നീയെങ്കിലും അറ്റ്ലീസ്റ്റ് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അതന്നെ എനിക്ക് സമാധാനം. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ നിന്നെ വിശ്വസിച്ച് പറഞ്ഞതാട്ടെ ഈ കാര്യങ്ങളൊന്നും, നീ ഒരിക്കലും അത് അവളോട് ചോദിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ ചോദിക്കില്ലടി, എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇല്ല, അവിടെ ഇവിടെയും ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സ്വഭാവം എനിക്കില്ല, ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവളോട് ഞാൻ ചോദിക്കാനും പോയില്ല. അപ്പൊ ഒരു ദിവസം ഇവൾ എന്റെ കൂടെ അമ്പലത്തിൽ പോകും ഞങ്ങളെ. അപ്പൊ ഈ കൂട്ടുകാരി എന്റെ കൂടെ അമ്പലത്തിൽ വന്ന സമയത്ത്, അതായത് ഇവള് വഴി പരിചയപ്പെട്ട കൂട്ടുകാരി, അവൾ അമ്പലത്തിൽ വന്ന സമയത്ത് ഇവളെ വീഡിയോ കോൾ വിളിച്ചു, ജസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് അവള്. അപ്പൊ ഇവള് കലിപ്പായിട്ട് എന്തിനാടി നീ അവളുടെ കൂടെ പോയെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താടി ഇവൾ എന്റെ കൂടെ വന്ന, നിനക്ക് എന്താ കുഴപ്പമെന്ന് വെറുതെ ചോദിച്ചു, വേറൊന്നും പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ അവിടെ അവസാനിച്ചു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവളെന്നെ സ്ഥിരം വിളിക്കാറുണ്ട്. അപ്പൊ ആ വിളിച്ചിരുന്ന സമയത്താണ് ഇവള് പറഞ്ഞ, മറ്റേ സൂചിച്ചേട്ടൻ മരിച്ച് ഒരു മാസത്തിന്റെ ഒരു ഗ്യാപ്പില്, അപ്പൊ ഇവൾക്ക് അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട്, ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് പറയുന്ന കേട്ടാ ചോദിച്ചപ്പോ, അപ്പൊ അതെനിക്കൊന്നും ഇടപെടാൻ താല്പര്യമില്ലെന്ന് പറയാം. അപ്പുറത്ത് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളായിരിക്കും. അതായത് ഈ കാര്യം ഇത് ഇപ്പോ വേറെ ആൾക്കാർ കുറെ പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യമാണോന്ന്. ഇപ്പൊ ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല, വേറെ ആൾക്കാര് എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ വെച്ചാ, ഇവള് ഇപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഒരു ജെന്യുവിനിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് കാര്യം. ജെന്യുവിനിറ്റി ഇല്ലാതെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് കഥയില്ല. ഇപ്പൊ കേരളം മൊത്തം സപ്പോർട്ട് കിട്ടിയ ഒരാളാ ഞാൻ. അപ്പൊ എനിക്ക് എവിടെ ഇപ്പോഴും ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങള് പിന്നെ മാറ്റി പറയാറില്ല. എപ്പോ പറഞ്ഞാലും അത് അതുപോലെ തന്നെ പറയാറ്, ഒരു മാറ്റം ഉണ്ടാവാറില്ല. കാരണം എന്താ വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ, ഉണ്ടായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഇവളൊരു കാര്യം ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് വേറെ കാര്യവും പറയാം. ഇപ്പൊ എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ കാര്യമില്ലേ, ഇവളാകപ്പാട് എയർടെല്ലാണ്, ഐഡിയ ആയിരുന്നു ഇവളുടെ. ഞാൻ എയർടെലും അവൾ ഐഡിയയും, ഒരേ ഓഫീസ് തന്നെ 2 ക്യാബിനായിട്ട്. അപ്പൊ അവിടെയാണ് അവള് വർക്ക് ചെയ്തിട്ടുള്ളൂ, വേറെ എവിടെയും അവള് ജോലി ചെയ്തിട്ടില്ല. പക്ഷെ അവള് പറയുന്നു ബാംഗ്ലൂർ എയർപോർട്ട്, ആ എയർപോർട്ട് ഈ എയർപോർട്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ അത് കള്ളത്തരാണ് പറയുന്നത്. അപ്പൊ അതുപോലെ അതൊക്കെ എന്തായാലും ആവട്ടെ, ഇപ്പൊ കുറച്ച് സ്വയം പൊക്കി പറയാ, അല്ലെങ്കിൽ കുറച്ച് പരദൂഷണം പറയാ, ഇതൊക്കെ പെൺപിള്ളേരുടെ ഇടയിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊക്കെ നമുക്ക് ലൈറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ ഇവള് ചെയ്ത ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് മറ്റേ എന്താ പറയാ, ഒരു പയ്യനായിട്ട് അവിടെ ബന്ധം ഉണ്ടായിരുന്നു നാട്ടില്. ഈ സുധി ഉള്ളപ്പോഴാണോ സുധി മരിച്ചപ്പോഴാണോ? ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. ശരി. ഉള്ളപ്പോഴും ഈ സുചേട്ട അറിയാണ്ട് ഇവൾക്ക് 1-2 റിലേഷൻ ഉണ്ടായിരുന്നു. അത് ഇവള് സംസാരിച്ചപ്പോ തന്നെ ഇവളുടെ വായിന്ന് വന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഒരാളെ സ്വഭാവം എന്താന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇളക്കില്ല, ഒന്ന് ഇട്ട് നോക്കില്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്തുനിന്ന് ചില സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് സുചേട്ട ഉള്ളപ്പോഴും നിനക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ആ രീതിയിലൊക്കെ വെറുതെ ചോദിക്കില്ലേ, നമ്മള് ഫ്രണ്ട്സ് തമ്മിൽ ചോദിക്കില്ലേ അങ്ങനെ. ഭയങ്കര മെച്ചൂർഡാണല്ലോ നാള്.
ഞാനപ്പോ വെറുതെ നിനക്ക് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം, നൈസായിട്ട്. അതായത് സ്വഭാവം അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താണ് അറിയാ, ഇനിയിപ്പോ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ, ഇനിയിപ്പോ നീ വേറെ ബന്ധത്തിലേക്കെല്ലാം പോവില്ലേ, അങ്ങനെയൊക്കെ വെറുതെ ചോദിക്കില്ലേ, കൂട്ടുകാർ നമ്മൾ ചോദിക്കില്ലേ, വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മൾ ചോദിക്കില്ലേ, അതുപോലെ. അപ്പൊ ഞാൻ ആ ചോദിച്ചപ്പോ ആ കൂട്ടത്തിൽ എന്താണ് റിയൽ ക്യാരക്ടർ എന്ന് അറിയാവുന്ന ഒരു ക്യൂരിയോസിറ്റി കൂടെ എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോ ആ സമയത്ത് എനിക്ക് സൂചിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോ തന്നെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ ചേട്ടൻ പ്രോഗ്രാമിന് പോകാൻ പറയൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലൊരു ടോക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ആ ടോക്ക് വന്നിട്ട് അപ്പൊ തന്നെ അത് വിഴുങ്ങുകയും ചെയ്തു. പിന്നെ ഞാൻ അങ്ങനെ ഒന്നും അധികം അങ്ങനെ ഒന്നും പോയിരുന്നില്ല. പിന്നെ അതൊന്നും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അവള് മാറ്റി. വായന വന്ന സാധനം അപ്പൊ തന്നെ അവള് മാറ്റി. അബദ്ധത്തിൽ ചാടി പോയതാ. അബദ്ധത്തിൽ ചാടിയതാ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ, ഇവൾക്കാണ് മുഴുവൻ കാര്യങ്ങൾ അറിയാവുന്ന ഒരാള്. അപ്പൊ ഇവള് വന്ന് പറഞ്ഞു, ഇവൾ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഇവളുടെ അത്ര പ്രായമില്ല, പയ്യൻ എത്ര 20 വയസ്സാണ്ട് ഉള്ളൂ എന്ന് കേൾക്കണം, 20 25 അതിന്റെ ഉള്ളിലുള്ളൂ ആ പയ്യന് പ്രായം. ആ പയ്യനായിട്ട് എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഫിസിക്കൽ നീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്തായി, ഫിസിക്കലി റിലേഷനായി. അങ്ങനെ റിലേഷനായിട്ട് ഇവള് പ്രഗ്നന്റ് ആയി. ഇവള് പ്രഗ്നന്റ് ആയി. അപ്പൊ എന്താ വെച്ചാ, ഈ കാര്യം എനിക്കും ആ കൂട്ടുകാരിക്കും പിന്നെ ഇവള് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്തൊരു ചേച്ചി കൂടി ഉണ്ടായിരുന്നു. ഈ 3 പേർക്ക് കാര്യം അറിയുള്ളായിരുന്നു. പക്ഷെ വേറെ ആരൊക്കെയോ എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നു. ഏതൊക്കെയോ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെയോ ഈ കാര്യം ഹോസ്പിറ്റൽ വഴിയോ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ആരൊക്കെയോ കാര്യം അറിഞ്ഞിട്ടുണ്ട്. മരിച്ച ശേഷമല്ലേ, സുധി മരിച്ച ശേഷമല്ലേ? മരിച്ച ശേഷം 1 മാസത്തിന് ശേഷം അങ്ങോട്ടാണ് ഈ പറയണ ഈ ഒരു കേസ് ഉണ്ടായത്. അപ്പോ സുചേട്ടന്റെ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവള് ആ സമയത്ത് പ്രഗ്നൻസി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവൾക്ക് അത് വലിയ ഇഷ്യൂസ് ആവും. അപ്പൊ ഇവള് എന്ത് ചെയ്തു, ഇവള് കൊണ്ടുപോയിട്ട് ഈ ചേച്ചിനെയും വിളിച്ചു, ഞാൻ ഈ പറഞ്ഞ കൂട്ടുകാരിനെയും വിളിച്ച് അവള് പോയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള NS എന്നൊരു ആശുപത്രി ഇല്ലേ, NSSO അങ്ങനെ എന്തോ ഒരു ആശുപത്രി, അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്ന് മേടിച്ച് കഴിച്ചു. രേഷ്മ പി തങ്കച്ചൻ എന്നാണല്ലോ ഇവളുടെ കാർഡിലൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടെ എല്ലാ ഡോക്യുമെന്റ്സ് അങ്ങനെയാണല്ലോ. അപ്പൊ ഇവളത് ചോദിച്ചു, ഇതിപ്പോ എല്ലാവരും അറിയത്തില്ലേ ഇങ്ങനെ കൊണ്ടുപോയി അലസിപ്പിച്ചാന്നുള്ള രീതിയിൽ ഇവര് ചോദിച്ചു. അപ്പൊ ഇവര് ചോദിച്ച സമയത്ത് പറഞ്ഞു, ഈ പറയണ ആശുപത്രിയില് രേണുക എന്നല്ലല്ലോ അറിയപ്പെടുന്നത്, രേഷ്മ എന്നാണല്ലോ സർട്ടിഫിക്കറ്റ് ഉള്ളത്. അപ്പൊ സർട്ടിഫിക്കറ്റ് പ്രകാരം ഒരു പേപ്പർ എഴുതിയാൽ തന്നെ പെട്ടെന്ന് ഡോക്ടർ പേര് ചോദിച്ചാൽ തന്നെ രേഷ്മ എന്നല്ലേ അറിയുള്ളൂ. അങ്ങനെ ആളറിയാണ്ടിരിക്കാൻ വേണ്ടി ഷോളൊക്കെ ഇട്ട് പൊതച്ചിട്ടാണ് ഇവള് പോയത് ആശുപത്രിയിൽ. അങ്ങനെ പോയി വേറൊരാൾക്ക്, അതായത് നമുക്ക് എന്താ വെച്ചാൽ, അതായത് ഇത് നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്നതും വേറൊരാളിൽ കുഞ്ഞുണ്ടാവുന്ന ഒരു തെറ്റാന്നല്ല ഞാൻ പറയണേ. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ഒരു പാർട്ട്ണർ മരിച്ച് സ്വാഭാവികമായിട്ട് എനിക്ക് മരിച്ച ഉടനെ 1 മാസം കഴിയുമ്പോഴേക്കും വേറൊരാളായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കില്ല. ഒരല്പം സ്നേഹവും മനസാക്ഷിയും അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണറിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു സ്നേഹം എന്ന് പറയുന്ന സ്നേഹാനുകമ്പ ഈ പറയുന്നതൊക്കെ ഇല്ലേ, എപ്പോഴും സൂചിച്ചേട്ടെന്ന് പറയുന്നില്ലേ, അതിന്റെ ഒരു അംശം, ഇപ്പൊ ആത്മാർത്ഥതയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ മാസത്തിൽ തന്നെ പോയിട്ട് വേറൊരാൾക്ക് പ്രഗ്നന്റ് ആവും, വേറൊരാളുടെ കുട്ടിക്ക് പ്രഗ്നന്റ് ആവും. അതായത് ഇപ്പൊ ഒരു 6 മാസം കഴിഞ്ഞ് വേറെ ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ, 1 കൊല്ലം കഴിഞ്ഞിട്ട് വേറൊരു ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഈ ഒരാള് മരിച്ച് ആ കട്ടിലെടുക്കണ ആ ചെതയുടെ ചൂടൊന്ന് അറിഞ്ഞേക്കാൻ മുന്നേ വേറൊരാൾക്ക് ഗർഭിണി ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ആത്മാർത്ഥത അവൾക്ക് ഉണ്ടായിരുന്നത്? അപ്പൊ എന്നിട്ട് പൊതുസമൂഹത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥത വിളമ്പുക, കോരി ചൊരിയുക, സൂചിച്ചേട്ടൻ ആത്മാർത്ഥത, ലവ്, അത് ഇത്. അപ്പൊ ഇവള് ആ മനുഷ്യനെ വിൽക്കല്ലേ ചെയ്യണേ, ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇവള് സെല്ല് ചെയ്യല്ലേ ചെയ്യണം അങ്ങനെ ഒരാളെ. അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അല്ല, അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരാളും സപ്പോർട്ട് ചെയ്യില്ല. അതായത് സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് 1 മാസത്തിനകം വേറൊരാളുടെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കത് അതിനോട് യോജിക്കാൻ കഴിയില്ല. മോളെന്താ പിന്നെ ഇത് പബ്ലിക് പറയാതിരുന്നേ? എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊന്നും ഇടപെടാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇത്രയും തെളിവുണ്ടായിട്ട് എന്താ കുട്ടി അത് പറയേണ്ട കാര്യല്ലേ? ഇപ്പൊ എന്റെ അടുത്ത് എനിക്ക് എന്താ വെച്ചാല് പോയത് ഇത് കാരണം എത്ര പേർക്ക് കിട്ടേണ്ട സപ്പോർട്ടാ നശിച്ചത്. അതെന്താ മനസ്സിലാക്കാതെ? ഇപ്പൊ ഞാൻ ആലോചിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചെന്ന് വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ട്രബിളിൽ വരണ്ടല്ലോ. ഇതൊക്കെ പബ്ലിക്കിൽ പറയേണ്ട കാര്യമാണ് മോളെ. ഇവളെ വിശ്വസിച്ച് എത്ര പേര് പൈസ കൊടുത്ത് അവന്റെ ഇത് സിമ്പതി കണ്ടിട്ട് ഇത്രയും വൃത്തിയിട്ട സാധനത്തിന് ഇതിപ്പോ എന്നും ഞാൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് 1 മണിക്കൂർ കൂടുമ്പോ പൈസ വരുന്നുണ്ടായിരുന്നു, ഗൂഗിൾ പേ വഴിയൊക്കെ. അപ്പൊ കിച്ചു വന്നിട്ട് കുറച്ച് പൈസ ആവശ്യത്തിന് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് 300 വീതം 500 വീതൊക്കെ ഉള്ളിൽ നിന്ന് വാങ്ങി കൊണ്ടുപോണ്ടായിരുന്നു. അപ്പൊ കിച്ചുവിനോട് മോനെ അമ്മ തരാം, എടുത്തോ മോനെ, ചക്കര മോനല്ലേ എന്ന് കാശ് എന്നിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കിച്ചു അങ്ങ് പോയി കഴിഞ്ഞ ഇവളങ്ങ് തുടങ്ങും. എന്നിട്ട് പറയും, അതെ എന്താന്നറിയോ, ഇവൻ ആള് ശരിയല്ല, ഇവൻ എപ്പോഴും കാശ് വേണമെന്ന് പറയും. കൊറേ കുറ്റം പറയും കിച്ചുവിനെ കുറിച്ച്.
പക്ഷെ അവന്റെ മുമ്പിൽ വെച്ചൊന്നും പറയില്ല. അവന്റെ മുന്നിൽ വെച്ച് പറയില്ല. കിച്ചു അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ കിച്ചുവിനില്ലാത്ത കുറ്റമില്ല. പിന്നെ ആ പയ്യന് വേറെ വഴിയില്ല. ഈ ഒരു പ്രായത്തിൽ ഇപ്പൊ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവുമല്ലോ. ഈ ഒരു പ്രായമാകുമ്പോ പിള്ളേർക്ക് എന്തായാലും ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവും. അത് കാരണം നിവൃത്തികേട് കൊണ്ട് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകും, അത്രേ ഉള്ളൂ. ഈ കള്ളൊക്കെ കുടിച്ചവൻ വീണത് അത് ശരിയായ നടപടിയല്ല, അതൊക്കെ സൂക്ഷിക്കണ്ടായിരുന്നു. കള്ളു കുടിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല കുട്ടിക്ക്, അതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. കള്ളു കുടിച്ചോ കുട്ടി? അവൻ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചു. പോലീസ് എങ്ങനെ കുടിക്കാണ്ടിരിക്കും? അതല്ലേ അവസ്ഥ അവിടത്തെ. ഈ പയ്യനിക്ക് ഇതൊക്കെ അറിയാമോ? അതായത് ഇപ്പൊ നമ്മൾ ഒരാളെ മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഒരാളെ എന്ത് ചെയ്യാ, നമ്മളൊരാളെ കുറിച്ച് വിരൽ ചൂണ്ട് അവരെ നേരക്ക് മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരാൾ മദ്യപിക്കാന്ന് പറഞ്ഞാണ്ടല്ലോ, ഇങ്ങനെ അത് ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി അത്രമാത്രം എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമം സമ്മർദ്ദം ഉണ്ടാവാണ്ട് അങ്ങനെ ഒരു പ്രായത്തിലൊരു കുട്ടി അങ്ങനെ ചെയ്യുന്നത് തോന്നുന്നുണ്ടോ? അതിന് അതിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, അത് അനാഥായി, എല്ലാം കൊണ്ട് അതിന് ടെൻഷൻ കയറി താങ്ങാൻ പറ്റാണ്ടായപ്പോ ചിലപ്പോ തെറ്റായിട്ടുള്ള വഴിക്ക് സഞ്ചരിച്ചതും ആവാം. അപ്പൊ അങ്ങനെയൊക്കെ. മുൻ ഭർത്താവ് മോക്ക് അറിയാമായിരുന്നു? ജോലി ചെയ്യുന്ന സമയത്ത് അയാളുമായിട്ട് ഇടപാടുണ്ടോ? ജോലി ചെയ്യുന്ന സമയത്തൊന്നും ഇവളൊക്കെ ഞങ്ങളുടെ മുന്നിൽ ഭയങ്കര ക്ലീൻ ആയിരുന്നു, ക്ലീൻ ഇമേജ് ആയിരുന്നു. അതായത് ഇവൾക്ക് ഇങ്ങനെ റിലേഷൻ ഉള്ളതായിട്ടോ ഒന്നുമില്ലായിരുന്നു. നമ്മള് കാണുമ്പോൾ നല്ല ഫെയർ ആയിട്ട് എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറുന്ന ഒരു കുട്ടി. അപ്പൊ അത് കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവളെ. പക്ഷെ ഇവള് ഇങ്ങനെയൊക്കെയാണ് ഇവളുടെ റിയൽ ക്യാരക്ടർ, ഇനി ഭാവിയിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ പോണെന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടല്ലല്ലോ നമ്മള് ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ ഇവള് ഫ്രണ്ടാന്ന് പറയാൻ എനിക്ക് നാണക്കേടാ സത്യത്തിൽ പറഞ്ഞു.